ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചുവന്ന ചീര കേട്ടോ. ചീര കൊണ്ടുള്ള ഉപ്പേരിയാണ്. ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഉപ്പേരി കേട്ടോ. ചുവന്ന ചീര നല്ല വിറ്റാമിൻ്റെ സാധനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് ഒട്ടും കുഴഞ്ഞു പോകാതെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ. ചുവന്ന ചീരയൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. അല്ലേ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ഫോട്ടോ ഇട്ടത്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതല്ലേ, കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. എന്നാൽ ഗെയ്സ്, അതിനായിട്ട് നമുക്ക് ഒരു പിടി ചുവന്ന ചീര എടുക്കട്ടോ. ഇത് നല്ലോണം കഴുകി 2-3-4 വട്ടം അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നല്ലൊരു കൊട്ടയ്ക്ക് വാരാൻ വെക്കട്ടോ. വെള്ളമൊക്കെ വാരാൻ വെക്കുക. അല്ലേ, ഇതിപ്പോൾ ഞാൻ നല്ലോണം കഴുകിയെടുത്തതാണ്. ഇതിപ്പോൾ ഒരു പിടിയുണ്ട് ചീര. ഇത് വെച്ചാൽ അധികം ഉപ്പേരിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ കുറച്ചുണ്ടാവും കേട്ടോ. ഇതിൻ്റെ തണ്ട് വേറെയും ഇല വേറെയും നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. തണ്ട ആദ്യം ഒന്ന് വേവിച്ചിട്ടാണ് നമ്മൾ ഇല ഇടുക. എളുപ്പം വേകണം കേട്ടോ. എളുപ്പത്തിൽ വേവിട്ടത്. വീട്ടിലൊക്കെ അങ്ങനത്തെ ചീര ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാനും കിട്ടും കേട്ടോ അങ്ങാടിയിൽ നിന്ന്. ചീര വലിയ വിലയൊന്നും ഇല്ലാത്തൊരു സാധനം, പക്ഷേ നല്ല വിറ്റാമിനാണ്. ഇതിപ്പോൾ നല്ലോണം ഞാൻ 2-3-4 വട്ടം ഒരു ബക്കറ്റിലെ വെള്ളം കുറച്ചധികം വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിട്ടോ. മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തണ്ട് വേറെയും ഇല വേറെയും അരിഞ്ഞിട്ടുണ്ടോ ഞാൻ. ഇതിപ്പോൾ വെച്ചാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും തേങ്ങയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. നല്ല വിറ്റാമിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചീരൻ്റെ വിറ്റാമിൻ നിങ്ങൾക്ക്. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. തണ്ട് വേറെ അരിഞ്ഞു, ചീര വേറെ അരിഞ്ഞു. ഈ പച്ചച്ചീര കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കട്ടോ. ചുവന്ന ചീര നല്ല ടേസ്റ്റാണ്, പച്ചനക്കായും ടേസ്റ്റാണ്. ഞാനിപ്പോൾ അതിന് വലിയ 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാണെങ്കിൽ നിങ്ങൾ 5 എടുത്തോളൂ. 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക്, ചെറിയ ജീരകം. ഈ സാധനം മാത്രം മതി കേട്ടോ അതിലേക്ക്. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ നിങ്ങൾ 3 ഇട്ടോളൂ കേട്ടോ. ഞാനിപ്പോൾ 2 ഇട്ടപ്പോൾ തന്നെ നല്ല എരിവുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് നല്ല എരിവുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ഇട്ടത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ നമുക്ക് മിക്സിയുടെ ജാറിൽ. അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ചെറിയുള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം. ഇതൊക്കെ എത്ര മതി കേട്ടോ. അധികം ജീരകമൊന്നും ഇട്ട് കൊടുക്കിയത്. 1 ടീസ്പൂണ് ജീരകമാണ് ഇട്ടിക്കണത്. ചെറുള്ളി നിങ്ങളിപ്പോൾ ഇനി കുറച്ച് തോന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ വലിയ ചെറുള്ളി ആയപ്പോൾ ഇനിയിപ്പോൾ അതിക്ക് ഓൾറെഡി ചെറുള്ളി ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ കടുക് 2 ചെറുള്ളി ഇട്ട് കൊടുക്കാൻ. അതിലൊരു 5-6 ചെറുള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു 3 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറുള്ളിയാവും. അങ്ങനെ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടോ. നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വല്ലാതെ അരഞ്ഞു പോകുമൊന്നും വേണ്ട, ചതച്ചാൽ മതി. ഇങ്ങനെ ചെറിയ മിക്സിയുടെ ജാറുണ്ടാവുമല്ലോ, അതിൽ ചതച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടേ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോഴേ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായാലേ കടുക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കടുക് പൊട്ടില്ല. നമ്മൾ ചൂടാണിലിടക്കാണ് കടുക് ഇട്ടാലേ അങ്ങനെ കടക്കുകയിൽ പൊട്ടാതെ, പിന്നെ അതൊരു ചൊയ്യക്കാരം. എണ്ണ നല്ലോണം ചൂടായി വരികയാണെങ്കിൽ കടുക് നല്ലോണം പൊട്ടും ചെയ്യും. അങ്ങനെ നമ്മളെ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോഴേ നമുക്കൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ചീരൻ്റെ അതിലുണ്ടാകുന്ന ആ ചെറിയ ഒരു വെള്ളം തന്നെ ഉണ്ടാവും, അതിൽ തന്നെ കടന്ന് പോകും കേട്ടോ. വെള്ളം ചേർത്താൽ കുഴഞ്ഞു പോകും, ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ വേപ്പിൻ്റെ ഇലയൊക്കെ നല്ലോണേ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് ഞാനൊരു 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഇളം ബ്രൗൺ കളറാവുകയോളം നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് മൂത്ത് വന്നോട്ടെ.
എന്നിട്ട് നമുക്ക് ചീരൻ്റെ തണ്ട് അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെറിയുള്ളിയും വേപ്പിൻ്റെലയും കടുകും വെളിച്ചെണ്ണയിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടോ. ഇത് മൂത്ത് വരുമ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. ചീര അരിയാനും കഴുകാനും കുറച്ച് താമസം ഉണ്ടാവുന്നുള്ളൂ, പിന്നെയൊക്കെ എളുപ്പത്തിൽ പോകും കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് പോകും ഇത്. ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെച്ചുകൊണ്ട് അടച്ച് വെച്ചാൽ മതി, ആവിയിലല്ലേ വേണ്. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചുവന്ന കളറാകുമ്പോഴേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കരിഞ്ഞു പോകാനാക്കിയിട്ടില്ലേ, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ പച്ച ചീര കൊണ്ട് ഉണ്ടാക്കട്ടോ, നമ്മൾ പച്ച ചീര കൊണ്ട് ഉണ്ടാക്കാം, ഇങ്ങനെ നല്ല രസം ഉണ്ടാവും. പക്ഷേ ചുവന്ന ചീര കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വരട്ടെങ്കിട്ട് നമുക്ക് ആദ്യം ആ തണ്ടും ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ടാണ് ഉള്ളി വഴറ്റുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ആവാത്തത്. ഈ ചുവന്ന ചീര നല്ലൊരു വിറ്റാമിനിലാണ്, നല്ല ടേസ്റ്റുമായിട്ട് ഉണ്ടാക്കിയാൽ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ആ തണ്ട ആദ്യം ചേർത്ത് കൊടുക്കട്ടെ. ഉള്ളിയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ കടന്നിട്ട് ആ ഉപ്പും ഇതിൽ കടന്നിട്ട് ഉപ്പ് അതിൽ പിടിക്കുകയും ചെയ്തോളും. അങ്ങനെ ഇതൊക്കെ ഒന്ന് നന്നായി കയ്യിലോണ്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചാണ്ട് ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഗെയ്സ് ആ ചീരൻ്റെ തണ്ടൊക്കെ ഒന്ന് കുഴഞ്ഞു വന്നു. ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം കേട്ടോ, ഇല അരിഞ്ഞത്. അങ്ങനെ ഇല അരിഞ്ഞ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. എല്ലാതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടേ ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 4 ഭാഗം ഒന്ന് മറിച്ചണം കേട്ടോ. 4 ഭാഗം മറിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ചെറുതാക്കി 5 മിനിറ്റ് അടച്ചേക്കാം. പെട്ടെന്ന് പോകുന്നത്. അങ്ങനെ നമ്മളെ ചീരയൊക്കെ നല്ലോണം ഇളക്കിയിട്ടേ എല്ലാ ഭാഗത്തു കൂടി നമ്മളെ അടിയത്തെ ഉള്ളിയും അതൊക്കെ ഇങ്ങോട്ട് വേപ്പിൻ്റെ ഇലയും ആ ഉപ്പും ഒക്കെ അതിലിങ്ങോട്ട് യോജിച്ചിട്ടേ ഇതിപ്പോൾ അടച്ച് വെച്ചങ്ങാണ്ട് ഞാൻ തുറന്ന് നോക്കിയതാട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഇനി ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. അധികം മഞ്ഞൾപ്പൊടി ഇടരുത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. മഞ്ഞളിൻ്റെ ഒരു കുത്ത് വരുള്ളൂ. മഞ്ഞൾപ്പൊടി പിന്നെ എല്ലാറ്റിലും ഇടുന്നത് നല്ലതാണല്ലോ, നല്ല ടേസ്റ്റുമാണ് ഇട്ടാൽ. അങ്ങനെ ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടേ നല്ലോണം ഇളക്കുക. 4 ഭാഗം ഇളക്കിയിട്ട് അപ്പോൾ ഫ്ലെയിം അപ്പം ചെറുതാക്കണം കേട്ടോ. നല്ലോണം ഫ്ലെയിം നിങ്ങൾ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിൽ വേണത് വെന്ത് കിട്ടാൻ. എന്താ വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല, ഇതിലെല്ലാവരും വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഗേസ് നമുക്ക് ഇനി അതൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച തേങ്ങ ഉണ്ടല്ലോ, പച്ചമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ട് നമ്മൾ ചതച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ഫ്ലെയിമൊക്കെ ചെറുതായിട്ട് ഈ തേങ്ങ തീ കടന്നിട്ട് ഈ തേങ്ങ ഒന്ന് വേകണം. തീ കടന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ 4 ഭാഗം ഇളക്കിയിട്ട് ആ തേങ്ങ ഈ കടന്നിട്ടൊന്ന് വേകണം. ആ തേങ്ങൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടായി കടന്നിട്ടൊന്ന് വെന്താൽ മതി, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ ചീരപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലേ എല്ലാവരും നമുക്ക് ആ കുഞ്ഞി ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ടേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. തിരിച്ചും അങ്ങോട്ടും സപ്പോർട്ടാക്കാം. അങ്ങനെ നിങ്ങൾ കമൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം കമൻസൊക്കെ അറിയിച്ചിട്ടേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. അങ്ങനെ ചീരപ്പീരൊക്കെ ചീരയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ,
വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാം, അത് എളുപ്പമുണ്ടാവും. നല്ലൊരു വിറ്റാമിൻ്റെ കൂട്ടാനാണ് കേട്ടോ. നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ്, ഗർഭിണികൾക്കും ഒക്കെ പറ്റും. ചീരാൻ്റെ ഗുണം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനെ നമ്മളെ ചീരപ്പേരൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ഞാൻ വാങ്ങി വെച്ചതാട്ടത്. ഇനി ഒരു പ്ലേറ്റിലേക്കൊന്ന് ഒഴിച്ചാൽ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിലേ ഈ ചീരപ്പേരിയും തൈരും കൂട്ടിയും ചോറ് കഴിച്ചാൽ കൂടി ഒരു പപ്പടം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. അതും ചോറ് കഴിച്ചാൽ ഒരു ബിരിയാണി അവിടേക്ക് എത്തൂല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ആ ചീര കുഴച്ചിട്ട് അതിൽ കുറച്ച് തൈരാണ് ഒഴിച്ചിട്ടേ, ഇപ്പം തന്നെ വായിൽ വെള്ളം ഒഴിക്കണം നിങ്ങൾക്ക് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ ചീരപ്പേരൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് എടുത്തു വെക്കാം. നല്ല ടേസ്റ്റുള്ള ചീരപ്പേരിയാണ്. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നല്ല വിറ്റാമിനൊക്കെ അടങ്ങിയതാണ്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അങ്ങനെ നമ്മളെ ചീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.